ആ നിലവിളി ശബ്ദമിടൂ. ഇയാൾക്ക് പിന്നെ മട്ടളയോ? പരുത്തി 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 പരത്തി 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 നോണ 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 ഈ വിഷം 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 വിഷം. ഇതാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് ശ്രീ ചെറായി. ചെറായി അല്ല, ചെകുത്താനെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. തീട്ടായി അറിയപ്പെടുന്നത്. ഏയ് പച്ചക്ക് തീട്ടായി എന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റൂല. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് മലമായി എന്ന് വിളിക്കാം നമുക്ക്. മലമായി ഇന്നലെ ഒരു ലൈവ് ചെയ്തിരുന്നു. ആ ഒരു ലൈവ് കണ്ടപ്പോൾ മലമായിക്ക് ഒരു മറുപടി കൊടുക്കണം തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് മലമായുടെ വീഡിയോ പ്ലേ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇന്ന് പറയേണ്ട ഒരു കാര്യം ലൈവിൽ വന്ന് തന്നെ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് അല്ലെ കുറെ നാൾക്ക് ശേഷം ലൈവായിട്ടൊരു വീഡിയോ ചെയ്യണത്. നിങ്ങളെപ്പോലുള്ള ആളുകൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ കഞ്ഞി കുടിച്ച് പോകുന്നത്. വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പൊട്ടത്തരമാണ് പറയുന്നത്. അപ്പം ലൈവ് ചെയ്യുമ്പോൾ മണ്ടത്തരവും പൊട്ടത്തരം മിക്സ് ആയിട്ടായിരിക്കും വരാൻ. അതുകൊണ്ട് വർഷത്തിൽ ചെയ്യാതെ ലൈവൊക്കെ ദിവസവും ചെയ്യും. ഞങ്ങളെപ്പോലുള്ള ആളുകൾ കഞ്ഞി കുടിച്ച് പോട്ടെ. മറ്റൊന്നുമല്ല, നാളെ മോഹൻലാലിന്റെ പുതിയ സിനിമയായ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ റിലീസാകുന്നുണ്ട്. മോഹൻലാലിന്റെ സിനിമയായ മലങ്കോട്ടെ വാലിബൻ ഇന്നലെ റിലീസായിട്ടുണ്ട്. പടം പൊട്ടി 8 നില പൊട്ടി. മോഹൻലാലിന്റെ ഒക്കെ പടം ഇറങ്ങുന്നതിന് മുൻപ് നമുക്ക് പ്രവചിക്കാൻ പറ്റും പടം 8 നില പൊട്ടുന്നു. അതൊക്കെ സർവ്വസ്വാഭാവികമായ വിഷയമാണ്. കാരണം പൊട്ടുന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പാണ്. പുതിയ വാർത്തയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. മലൈക്കോട്ടെ വാലിബൻ അതാണ് പറഞ്ഞത്. ബെയ്ഷ്പെരി ചെറായി നിങ്ങളെ കൊണ്ട് കോമഡി തന്നെയാണല്ലോ. മോഹൻലാലിന്റെ പടം എല്ലാവരും ബെയ്ഷ്പെരിക്കണം അല്ലേ? ണെന്ന് സംഘപരിവാർ ആഹ്വാനം എന്ന് പറഞ്ഞ വാർത്തകൾ വന്നേക്കുന്നത്. അത് സത്യം തന്നെയാണ്. മോഹൻലാൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോകാത്തത് കൊണ്ട് കുറെ സംഖ്യകൾ മോഹൻലാലിന്റെ പടത്തിന് ഇനി മരിച്ചാലും പോകൂല എന്ന് പറഞ്ഞുകൊണ്ട് കമന്റും കൊണ്ട് വന്നിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടക്കണോണ്ട് 68ഓളം. ചെറിയ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാറോ? നല്ലോണം മണിക്കുന്നുണ്ടല്ലോ. കുട്ടികളുടെ വിവാഹം മുടങ്ങി എന്ന് പറഞ്ഞ 3 പേര് ഇരുന്ന് ഒരു കസേരയിൽ ഇരുന്ന് ചർച്ച ചെയ്യാൻ മീഡിയ വൺ, അതുപോലെ കൈരളിയൊക്കെയാണ് ഇതുപോലെ വാർത്തകൾ കൊടുക്കണം. കൈരളിയും മീഡിയ വണ്ണും ഒക്കെ കൊടുക്കുന്ന വാർത്തകളിൽ സത്യസന്ധത ഉണ്ടാവും. അല്ലാതെ നിങ്ങളുടെ ചാനലായ തീട്ട TV, മറുനാടൻ, പിന്നെ അതേപോലെ തന്നെ കുർമ ന്യൂസ് ഇവരൊക്കെ ചെയ്യുന്നത് പോലെ വർഗീയത മാത്രം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ചാനലല്ല അവരൊക്കെ. മനസ്സിലായോ? മീഡിയ വണ്ണ് കൈരളി എന്നൊക്കെ കേൾക്കുമ്പോൾ ചെറായിക്കൊക്കെ കുരുപൊട്ടും. കാരണം സംഘികളുടെ വർഗീയത തുറന്നു കാണിക്കുന്ന ചാനലാണ് അതൊക്കെ. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. എനിക്ക് ചിരി വരുന്നുണ്ട്. ചെറായിയോ ഒരു മണ്ടൻ. ചെറായി പറയുന്നതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവോ? അവന്മാരൊക്കെ നമ്മളെന്താ വിളിക്കേണ്ടത്? മണ്ടന്മാരുടെ അപ്പൂപ്പന്നോ? സംഘപരിവാറിന്റെ ഒരു ഒഫീഷ്യൽ സംഘപരിവാറിന്റെ ഒരു ഒയ്ശൽ. അതെന്താ പറഞ്ഞത്? ഒയ്ശലോ? ഒയ്ശലല്ല, ഒഫീഷ്യൽ അങ്ങനെ പറയും. വിദ്യാഭ്യാസം ഇല്ലാന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാണല്ലേ. സംഘപരിവാറിന്റെ ഒരു ഒഫീഷ്യൽ അക്കൗണ്ട് വഴി അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു അക്കൗണ്ട് വഴി ഇതുപോലത്തെ ഒരു വാർത്ത വന്നിട്ടില്ല. ഇല്ല, വരൂല. സംഘപരിവാർ കലാപം ഉണ്ടാക്കി അവിടെ കുറെ ആൾക്കാരെ കൊന്നു കഴിഞ്ഞാലും ഒരു ന്യൂസ് പോലും സംഘപരിവാറിന്റെ ഒരു ഒഫീഷ്യൽ അക്കൗണ്ടിലും വരൂല. അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് ചെറായി. നിങ്ങൾ പറഞ്ഞതാണ് കറക്റ്റ്. സംഘപരിവാർ മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞ് വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത്തരത്തിൽ ഒരു ആഹ്വാനം ഇല്ല. മോഹൻലാലിന്റെ നല്ല പടമാണ്. മോഹൻലാലിന്റെ നല്ല പടമോ? ഇപ്പൊ അടുത്തൊന്നും അങ്ങനത്തെ ഒരു പടം ഉണ്ടായിട്ടില്ലല്ലോ. നേതാവ് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല ബഹിഷ്കരിക്കണമെന്ന്. ഇനി ബഹിഷ്കരിക്കാൻ ഉദ്ദേശിക്കണില്ല. ഏതായാലും മോഹൻലാലിന് എല്ലാവിധ ഈ സിനിമ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ചെറായി വിജയാശംസ നേർന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു മലങ്കോട്ടെ വാലിബൻ മല ഇടിയുന്നത് പോലെ ഇടിഞ്ഞ് പപ്പടം പൊടിയുന്നവരായി പോയത്. എന്താ പോയി ചിരിപ്പിക്കുന്നല്ലേ? ചെറായിന്റെ ഒക്കെ ആശംസയാണ് പടം പൊളിച്ചത്. അതുകൊണ്ട് തന്നെ മോഹൻലാല് ആ അക്ഷരത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ധൈര്യമായിട്ട് നാളെ സിനിമ കാണാൻ പോയിക്കും. സിനിമ വിജയിക്കും, യാതൊരു സംശയമില്ല. സിനിമ വിജയിച്ചില്ല. കുറെ ബംഗാളികളൊക്കെ തിയേറ്ററിൽ കൊണ്ടുവന്ന് കൂക്കിയിടൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കാര്യമില്ല, പടപ്പാട് ഫ്ലോപ്പാണ്. എന്താ പറയാ ചെറായി, നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും നശിച്ചു പോവാണല്ലോ. അതെന്താ അങ്ങനെ ആയി പോകുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊക്കെ ആശംസ കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ 8 നിലയിൽ പൊട്ടിപ്പോവാണല്ലോ. നിങ്ങൾക്കൊക്കെ ശാപം കിട്ടിയതാണോ? നിങ്ങൾ എത്ര നാള് മുന്നോട്ട് പോകും എന്ന് നമുക്ക് കാണാം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇങ്ങനെ മനസ്സിൽ വർഗീയത ഇട്ട് നടന്നിട്ട് നിങ്ങളൊക്കെ എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് എനിക്കും കാണണം. പറയാൻ പറ്റൂലാടേ. ഈ വർഗീയത മൂത്ത് കഴിഞ്ഞാണ്ടല്ലോ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കൂല. മനസ്സിൽ നിറച്ചും വർഗീയത മാത്രമേ ഉണ്ടാവും. മറ്റൊരാൾ കാണുമ്പോൾ അവന്റെ മതം വേറെതാണ്, അവരെങ്ങനെയെങ്കിലും തീർക്കണം. അയ്യോ, തെറി പറയാനായിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. ചെറായിനെ പോലെയുള്ള മണ്ടന്മാരൊക്കെ തെറി വിളിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വെറുതെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കല്ലേ. കാരണം പൊട്ടന്മാരൊന്നും തെറി വിളിച്ചിട്ട് കാര്യമില്ല. തെറി വിളിക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് സന്തോഷിച്ചാണ്ടോ നിങ്ങൾ? അപ്പോൾ അത്ര സെൻസ് ഇല്ലാത്ത ആളാണ് ചെറായി. അപ്പൊ ലൈവായിട്ട് തെറി ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് നാള് കുറെ പറഞ്ഞുകൊണ്ടിരുന്നോ? ചെറായിനെ തെറി വിളിക്കുന്ന ആളുകളാണ് ചെറായിനെ ഇങ്ങനെ ഫേമസ് ആക്കി കൊണ്ടുപോകുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? അതാണ് സത്യം. കാരണം നിങ്ങൾ തെറി വിളിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചെറായിയുടെ വീഡിയോ ഡൗൺ ആവും. നിങ്ങൾ തെറി വിളിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കയറി പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് തെറി വിളിക്കുന്നത് നിർത്തിയോക്ക്. ചെറായി വട്ട പൂജയായിട്ട് മാറുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. അതെന്ത് റിയാക്ഷൻ ആണ് കാണിച്ചത് ചെറായി? അടിപൊളിയാണ് ചെറായി. നിങ്ങൾ ആ റിയാക്ഷൻ ഒന്നുകൂടി കാണണം, ഒന്നുകൂടി വെക്കത്. താങ്ക് യു. എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്തിട്ട് പോയാൽ ലൈക്ക് അടിക്കുക, ഷെയറും ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ഞങ്ങൾക്ക് വീണ്ടും കാണാം. ഫോളോ ചെയ്യുക.